എനിക്കറിയാം സഖാവേ, നിങ്ങളിവിടെ ഉണ്ടെന്ന്. സഖാക്കളെ, നമ്മളെന്നും ജലദൂഷണത്തിനെതിരെ തന്നെയാണ്. അതിന് യാതൊരുവിധ മാറ്റവുമില്ല. ഇവിടുത്തെ അവസ്ഥയിൽ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ സർക്കാർ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെ നമ്മൾ തന്നെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു നിലപാടായി പ്രസ്ഥാനത്തിന് തോന്നുന്നില്ല. പിന്നെ നാടിന്റെ വികസനം അത് കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ഈ ഒരു പദ്ധതി വരുന്നതിലൂടെ നമ്മളിൽപ്പെട്ട പല സഖാക്കൾക്കും സ്ഥിരമായ ഒരു തൊഴിൽ ലഭിക്കുകയും ചെയ്യും. പിന്നെ വികസന വിരോധികൾ എന്നൊരു ചീത്തപ്പേര് നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു ഗോള കമ്പനി ഇവിടെ വരുന്നതിൽ നമ്മൾ എതിർക്കുന്നില്ല. ഇത് തന്നെയാണ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. സഖാവൊന്നും പറഞ്ഞില്ല. എത്ര വെള്ളിക്കാശാ സഖാവേ നിങ്ങൾ ഈ പ്രസ്ഥാനത്ത് പറ്റിയത്? ഇത് പ്രസ്ഥാനത്തിന്റെ തീരുമാനമാണ്. അച്ചടക്കമുള്ള പ്രവർത്തനം അനുസരിക്കാണ് വേണ്ടത്. പ്രസ്ഥാനത്തിൻ്റെതല്ല, ഇത് നിങ്ങളുടെ തീരുമാനമാണ്. അത് അംഗീകരിക്കാനാവില്ല സഖാവേ. മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനെതിരായതൊന്നും ഈ പ്രസ്ഥാനം ചെയ്യില്ല. അത് അന്നും ഇന്നും എന്നും അങ്ങനെ ആയിരിക്കും എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ ചെങ്കൊടി നെഞ്ചോട് ചേർത്തത്. അത് മാറില്ല, മാറ്റാൻ ഒക്കില്ല സഖാവേ. അല്ല സഖാവേ, ഇത്ര വലിയ പ്രശ്നമാണോ? നീ പുഴ കണ്ടപ്പോൾ അതിങ്ങനെ എന്നും നിറഞ്ഞൊഴുകി നിൽക്കണം. ഇതിലിതുപോലെ കുളിക്കാൻ നമ്മുടെ മക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും ഒക്കെ കഴിയണ്ടേ? അല്ലാതെ കുറേ നാളുകൾ കഴിഞ്ഞ് ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നെന്ന് എഴുതി വെക്കേണ്ട ഗതികേട് അവർക്കുണ്ടാവരുത്. யாருன்னு நினச்சடா நீ? உன்னோட விசாரம் என்ன? அவ்வளோ பெரிய நிறுவனத்துக்கு எதிராக நின்று ஒற்றைக்கு போகிறாள்னு நினச்சி உன்னை தீர்த்து கலைய தான் உத்தரவு, தெரியுமா? എന്തിനു വേണ്ടിയാടാ? ആർക്ക് വേണ്ടിയാടാ? എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, ഈ നാട്ടിലെ ഓരോ ജീവനും വേണ്ടി, കുപ്പിവെള്ളത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഗതികേട് നമ്മുടെ കൊച്ചുമക്കൾക്ക് ഉണ്ടാവരുത്. അതിനു വേണ്ടി. இவங்கிட்டலாம் பேசி பிரயோஜனம் இல்லை, தூக்கி போறான் அவனை. ആ കാണുന്നത് നിന്റെ വീടാണ്.
ആ ഇരിക്കുന്ന നിൻ്റെ അമ്മ, അകത്ത് നിൻ്റെ ഭാര്യയും കുഞ്ഞും, അവർക്കൊപ്പം പോയി ജീവിച്ചൂടെ നിനക്ക്? ആർക്ക് വേണ്ടിയാടാ? എന്തിനു വേണ്ടിയാടാ? അവസാനിപ്പിച്ചൂടെ എല്ലാം? തുറന്ന കഥ போட்டும் வாழ, உன் குடும்பத்தோட வாழ. உன்னை யாரும் எதுவும் செய்ய மாட்டாங்க. പക്ഷേ ഇവിടെ വെച്ച് ഈ പണിയെല്ലാം നിർത്തിക്കണം. இல்லைனா கடைசியா ஒரு வாய்ப்பு தரேன். പോയി വാഴ. സെഞ്ചിയിൽ എൻ്റെ അമ്മക്കുള്ള മരുന്നുണ്ട്, എൻ്റെ മോനുള്ള കായപ്പൊടിയുണ്ട്. അത് നീ അവർക്ക് കൊടുക്കണം. എന്നിട്ട് എൻ്റെ മോനോട് നീ പറയണം, അവൻ്റെ അച്ഛനൊരു സഖാവായിരുന്നെന്ന്. അവൻ്റെ അമ്മയുടെ സഖാവ്. சொன்னா புரியாதுடா உனக்கலாம். சரி, பார்க்கலாம். വെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടം. എന്നാ വെള്ളം കുടിച്ച് സാവടാ നായ്. ആർക്ക് വേണ്ടിയാ? ഒഴിവായി പോയിക്കൂടെ? ഞാനൊരു സഖാവായി പോലെ ഇതെന്റെ കടമയല്ലേ? അവന്റെ ഒരു സഖാവ്. പുഴ കാണുമ്പോൾ തോന്നുന്നു നിങ്ങളായിരുന്നു ശരിയെന്ന്.